ചിരിച്ചു പിടിക്ക്. എന്റെ പൊന്നോ, എനിക്ക് മേല. അമ്മ ഡ്രസ് മാറിയിട്ട് വരാം. ഓക്കെ. എന്നാടി ഞാൻ നാളെ വല്ല ഡിന്നർ ഓർക്കാം. എന്നാ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ ഇത് കണ്ടോണ്ട് വന്ന അവന്റെ ലുലു ബോയ്. ഇതെല്ലാം അമ്മ കണ്ടല്ലേ? ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സർപ്രൈസാണ് കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ മാത്രമല്ല, എൻ്റെയും ജസ്റ്റിയുടെയും കൂടെ ആണെങ്കിലും ജസ്റ്റിയും ജേഡും എപ്പോഴും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. സാധാരണ പിള്ളേർക്കൊന്നും ഈ സർപ്രൈസ് തരവിനോട് വലിയ താല്പര്യമൊന്നും ഉള്ളതല്ല അല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിൽ ജസ്റ്റിക്കും മാത്രമല്ല ജേഡ് കൂട്ടനും ഭയങ്കര ഇൻട്രസ്റ്റാണ് നമുക്ക് സർപ്രൈസൊക്കെ തരാൻ. അല്ല അമ്മയ്ക്കും മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ, അപ്പയ്ക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആകെ ഒരു അബദ്ധം പറ്റിയത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഐ മീൻ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അതിന് ഞാൻ റിക്വസ്റ്റ് ഓഫ് കൊടുക്കാൻ മറന്നുപോയെന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയായിപ്പോയി. അതുകൊണ്ടാണ് ജോലി കഴിഞ്ഞപ്പം പിന്നെ നേരെ വന്ന് അവരുടെ സർപ്രൈസിലേക്ക് ഞാൻ വന്ന് ചാടിക്കൊടുത്തത് കേട്ടോ. സാധാരണ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മിക്കപ്പോഴും ഞാൻ റിക്വസ്റ്റ് ഓഫ് കൊടുക്കും. നമുക്ക് അങ്ങനെ മാസം റിക്വസ്റ്റ് ഓഫ് കൊടുക്കാമല്ലോ. പക്ഷേ 1 മന്ത് നേരത്തെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ കൊടുക്കാഞ്ഞുകൊണ്ട് ഓഫൊന്നും കിട്ടിയില്ല. ജോലിയായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ജസ്റ്റ് പറഞ്ഞു ബാ ഒരുങ്ങ, നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങി. ഞാൻ വന്നു, കുളി കഴിഞ്ഞു, പിന്നെ ഒരുങ്ങി അങ്ങ് ഇറങ്ങുമായിരുന്നേ. ശരിക്കും എവിടെ കഴിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. പ്ലാനിങ് ജസ്റ്റിയുടെ മാത്രമാണ്, ആരൊക്കെ ഉണ്ടെന്നും അറിയില്ല. അങ്ങനെ നേരെ പോയത് നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് മീൻ വാങ്ങിക്കാനാണോ പോയെന്ന്. പക്ഷെ അബുദാബിയിലുള്ളവർക്ക് കാര്യം അറിയാം അല്ലേ. നമ്മുടെ അബുദാബി ഫിഷ് മാർക്കറ്റിൽ ഫിഷ് മാത്രമൊന്നും അല്ല കേട്ടോ, ഒത്തിരി റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അതും സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടൈപ്പ് ഓഫ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, സീ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാനും ജേഡും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീ ഫുഡ് ഫാൻസാണ്. അതുകൊണ്ട് ജസ്റ്റ് ചൂസ് ചെയ്തതാണ് അവിടെ പോയേക്കാന്ന്. ജസ്റ്റിനോട് പറഞ്ഞു വേറെ ഏതൊക്കെ ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഒത്തിരി വലിയ വലിയ ഓഫേഴ്സുകളൊന്നുമില്ല, കാരണം വീക്കെൻഡ് ഒന്നും അല്ലാത്തത് കൊണ്ടേ. അപ്പോൾ പിന്നെ ജസ്റ്റ് ഇത് ഡിസൈഡ് ചെയ്തു ഇവിടെ പോയേക്കാന്ന്. അങ്ങനെ നമ്മൾ പോയതാണ്. പക്ഷേ നമ്മൾ തന്നെയൊന്നും അല്ലായിരുന്നു, നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അവരെ വിളിച്ചു, അവർ കേക്കും കൊണ്ടൊക്കെയാണ് വന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിനകത്ത് നമ്മുടെ ഡൈനിങ് ഏരിയ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഓർത്തു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള ഡൈനിങ് ഏരിയയിൽ ഇരിക്കാമെന്ന്. വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ ഇപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. എനിക്കൊന്ന് എന്താ പറയുന്നത്, സീ സൈഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടോ, നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ആണെങ്കിലും മെൽട്ടൊന്നും ആയിട്ടൊന്നും ഇല്ല. അത്രയും ചൂടുള്ള സാധനം അത് മെൽറ്റായി പോകേണ്ടതാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നേ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മെൽട്ടാവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പരസ്പരം കേക്കൊക്കെ ഷെയർ ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റി മോൻ സീ ഫുഡ് കഴിക്കത്തില്ല. ജസ്റ്റി പിന്നെ എന്തിനാണ് അവിടെ വന്നതെന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഞാനും ജേഡും മാത്രമേ സീ ഫുഡ് കഴിക്കുള്ളൂ. ജസ്റ്റിക്ക് സീ ഫുഡ് അലർജി ഒന്നുമില്ല, പക്ഷേ ഇഷ്ടമില്ല. ഉണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഐസ്ക്രീം ചെറുതായിട്ട് മെൽട്ടാവാൻ തുടങ്ങിയേ. നമ്മൾ കുറേ നേരം അവിടെ കേക്ക് കൊണ്ട് വെച്ചിട്ടേ, ചൂടുണ്ട് എന്തേലും ഇല്ലെന്ന് പറഞ്ഞാലും ചൂടത്തായതുകൊണ്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് മെൽട്ടാവാൻ തുടങ്ങി. പിന്നെ ഞാനും ജസ്റ്റിയൊക്കെ കേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ജീഡുവിനും കൊടുത്ത് ഞങ്ങളുടെ അങ്ങനെ ഒരു കുഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഒത്തിരി വലിയ ഗ്രാൻഡായിട്ടൊന്നും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും വലിയ, സാധാരണ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം സെലിബ്രേഷൻസ്. ഞങ്ങൾ 3 പേർക്കും സെലിബ്രേഷൻസ് ഒത്തിരി ഇഷ്ടമുള്ള. അതിന് വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ വേണമെന്നൊന്നുമില്ല. ചെറിയ നിസാര എന്തെങ്കിലും മതി. അത് ചിലപ്പോൾ വാലന്റൈൻസ് ഡേ ആയാലും കുഴപ്പമില്ല, മദേഴ്സ് ഡേ ആയാലും കുഴപ്പമില്ല. എന്താണേലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 ടൈപ്പ് ഫുഡ് ഓർഡർ ചെയ്തു. ഒന്നൊരു സീ ഫുഡ് ബക്കറ്റായിരുന്നു, പിന്നെ ഒരു സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ സീ ഫുഡ് പ്ലാറ്ററിൻ്റെ കാര്യം മറന്നുപോയി. ഇത് തന്നെ ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേർക്ക് കഴിച്ചിട്ടും ഭയങ്കര ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തിൻ്റെ ദൈവം ഇനി സീ ഫുഡ് പ്ലാറ്ററും കൂടെ വന്ന് എവിടെ കുത്തി കയറ്റുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്നാണെങ്കിലും അവർ ആ ഓർഡർ എടുത്തതിന്
എടുത്തെങ്കിലും അത് പ്ലേസ് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ആ ഒരു സാധനം വേണ്ട, ഇത് മാത്രം മതിയെന്ന്. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഇവിടെ പല പ്രാവശ്യം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിലും സീ ഫുഡ് ബക്കറ്റ് ഇവിടുന്ന് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓഫ് ദ ഹുക്കിലും അല്ലെങ്കിൽ വേറെ പല റെസ്റ്റോറൻറ്റിലും പോയി കഴിച്ചതിനേക്കാളും എനിക്ക് സീ ഫുഡ് ബക്കറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെയാണ്. അവരുടെ ഗ്രേവിയും നല്ലതായിരുന്നു, അവരുടെ സാധനങ്ങളും നല്ലതായിരുന്നു. പിന്നെ എപ്പോഴും ഫിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല ഫ്രഷ് ഫിഷാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല യമ്മി ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു, ജസ്റ്റിമോൻ ഒന്നും കഴിച്ചില്ല. ജസ്റ്റിമോൻ അവിടെ എന്തൊക്കെയോ ചുമ്മാ ഇച്ചിരി ഒന്നും കഴിക്കാൻ ജസ്റ്റിക്കില്ല, കാരണം ജസ്റ്റ് സീ ഫുഡ് കഴിക്കുകയില്ല. വളരെ കഷ്ടമായി പോയല്ലേ. ജസ്റ്റ് എനിക്കൊന്ന് ഗ്രില്ല് ഫിഷൊക്കെ വരുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു, അത് ക്യാൻസലായി പോവുകയും ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഈ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതിനകത്ത് ആരും ഇല്ലെന്ന്. റെസ്റ്റോറൻറ്റ് നിറച്ച ആളുണ്ടായിരുന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് 8:30 കൂടെ കഴിഞ്ഞ് ചെന്നപ്പോൾ അത്രയും ലേറ്റായി. പിന്നെ ഫുഡെല്ലാം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിറങ്ങി ഒരു 11:30 ഒക്കെ ആയതുകൊണ്ടാണ് അവിടെ എല്ലാം അകത്തൊട്ടും ആളില്ലാത്തത്. നമ്മൾ ചെല്ലുമ്പോൾ ഫുള്ളി ഒക്കുപ്പൈഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവർ ഫോട്ടോ എടുത്തു തരാമെന്ന്. അവിടുത്തെ സ്റ്റാഫ് അതിൻ്റെ അകമൊക്കെ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ സീ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് മിന ഫിഷ് മാർക്കറ്റ്. മിന ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നതെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം മാത്രം ചെയ്തേനേയും, ഞാൻ ഈ ഡ്രസ്സൊന്നും ഇടത്തില്ല, പ്രത്യേകിച്ചും ജാക്കറ്റ്, കാരണം ചൂടൊക്കെ അല്ലേ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്തു. ഔട്ട്ഡോർ ആയിരുന്നെങ്കിലും ചൂടിൻ്റെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ശരി, പോയേച്ചും വരാം.